girls, welcome back to our family. ഹർഷിക്ക് BBC ആണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഒന്ന് കുറേ നാളായ പോലെ തോന്നുന്നുണ്ട്. ഇയാൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അന്ന്. ഫസ്റ്റ് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ഫുൾ ഡേ ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നത്തെ ഫസ്റ്റ് കാര്യം എന്താ, ഇന്നലെ രാത്രിയിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആപ്പിളില്. ഫസ്റ്റ് പെട്രോൾ അടിക്കാം. എൻ്റെ ഫോൺ ഫസ്റ്റ് പെട്രോൾ അടിക്കണം. ഇന്നലെ രാത്രി ഡ്രസ്സ് എടുക്കാൻ പോയ ടൈമിൽ ഞാൻ എൻ്റെ ഫോൺ കൊണ്ടേ കളഞ്ഞു. എൻ്റെ ഫോണ് മിസ്സായി. അപ്പം രാത്രിയിൽ പോയോണ്ടിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ് ഞാൻ ആപ്പിൾ ബൂട്ടിക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം അവിടെ ആ ചേച്ചി എന്നോട് ഷോൾഡർ പിടിക്കുന്നു പറഞ്ഞപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കണം. അപ്പം ഷോൾഡർ പിടിക്കുമ്പം കാണുന്നത് വ്യക്തമാകത്തില്ല, മാറ്റി വെച്ചിട്ട് പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് ടേബിളിന് പുറത്ത് വെച്ചു. ഒരു 10 മണി ആ ടൈമിലാണ് പോയി. അപ്പൊ ചേച്ചിമാരൊക്കെ ഇറങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ധൃതിയായിരുന്നേ. ചേച്ചിമാർക്ക് ധൃതിയായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇറങ്ങണ്ടോന്നിട്ട് ഞങ്ങള് ഉച്ചയ്ക്കാണ് എല്ലാത്തിനും കൂടിയിട്ട് പോയത് ഇന്നലെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ കയറിയത്. ഇവർക്കൊക്കെ ഇവിടുന്ന് ആർക്കിങ് എടുത്ത് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആപ്പിളിൽ പോയതാണ്. അപ്പം അവിടെ വെച്ചാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല, തിരക്ക് പിടിച്ച് ഞാൻ ഇറങ്ങി പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഫോൺ അവിടെയാണ്. അങ്ങനെ ഫോൺ കൊണ്ട് കളഞ്ഞു. ആ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇപ്പം ആദ്യം. അവിടെ നിന്ന് ക്ഷേത്രത്തിൽ പോകണം. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്ത് ഏത് ഡയറ്റാണെന്ന് ഇതെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തത് ഹെർബാ ലൈഫിൻ്റെ ന്യൂട്രീഷൻ ഡയറ്റാണ്. അപ്പം അവർക്ക് പുതിയൊരു സെൻറ്റർ കരുനാപ്പള്ളിയിൽ വന്നിട്ടുണ്ട്. പുതിയ സെന്റർ അല്ല, പഴയ സെന്റർ തന്നെയാണ്. ബട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത്. എന്റെ കോച്ചുണ്ട്, ആ ചേച്ചി ഇപ്പൊ അവിടെയാണ്, കരുനാപ്പള്ളിയിലാണ് ചേച്ചിയുടെ വീട്. പക്ഷേ 5-ാമൂട്ടിലായിരുന്നു ചേച്ചിയുടെ സെന്റർ ഉണ്ടായിരുന്നത്. അപ്പൊ ചേച്ചി കരുനാപ്പള്ളിയിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവിടെ ഒന്ന് പോണ വഴിക്ക് കാട്ടിലമ്പലത്തിൽ കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പൊ എന്റെ ഫോൺ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്തായാലും വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതാണ് ആപ്പിൾ ബുട്ടിക്ക്. എന്റെ ഫോൺ കിട്ടിയിട്ടോ. പക്ഷെ എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇന്നലെ നൈറ്റ് ഓഫ് ആയതാണ്, ഈവനിങ് ഓഫ് ആയതാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാ. നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ. ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ കാട്ടിലമ്പലത്തിലെത്തി. ഞാൻ കുറേ നാൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് പോയിട്ട് വരണം എന്ന്. വീടിനടുത്താണെങ്കിൽ കൂടിയിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോകാൻ പറ്റി. സെപ്റ്റംബർ 12 കേട്ടോ നമ്മുടെ വെഡിങ്, 2021. 3 വർഷം പോയതറിഞ്ഞതേയില്ല. 3 വർഷം കൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങളും നടന്നു. എങ്കിലും എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ഗോകുവിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളത് അമ്പലത്തിൽ ലാസ്റ്റ് ഞാൻ പോയത് 6 വർഷം മുമ്പാണ്. ഇവിടെ വന്ന് ഞാൻ മണിയിലായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പറയാം. 2 മണിയൊക്കെ കിട്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ച കാര്യമൊന്നും നടന്നില്ല. എന്തായാലും ഞങ്ങളും കിട്ടിയിട്ടോ 2 മണി. ആഗ്രഹിച്ച കാര്യം എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് മണിയേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയില്ല, നടന്നില്ല, എൻ്റെ ആഗ്രഹം നടന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം എന്തുകൊണ്ടിട്ട് നടക്കാത്തത്, ദേവി നിനക്ക് നല്ലത് തരാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയത്. ശരിയാണ്, പുള്ളിക്കാരൻ പോയത് എനിക്ക് നല്ലതല്ലാത്തത് കൊണ്ടിട്ട് തന്നെയാണ് അയാൾ പോയത്. സോ എനിക്ക് നല്ലതായിട്ടുള്ള ഒരാളെ ദേവി തന്നു. അതിനുള്ള നന്ദിയായിട്ടാണ് ഞാൻ ഇന്ന് പോയി മണിയിട്ട്. പിന്നെ ഞങ്ങൾ കരുനാപ്പള്ളിയിലുള്ള ഹെർബാ ലൈഫിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. എൻ്റെ കോച്ചുണ്ട് റഹീന ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെഡിങ് ആനിവേഴ്സറി ആയി വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് കട്ടിങ്. അങ്ങോട്ട് കൊടുക്കുന്നില്ലേ? കൊടുത്താ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ?
സത്യത്തിൽ ഈ കേക്ക് കട്ടിങ് എൻ്റെ പ്ലാനിലേ ഇല്ലായിരുന്നു. കേക്ക് കട്ട് ചെയ്യേണ്ട അങ്ങനൊരു ഇതൊന്നും എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു കേട്ടോ. ദേവിക്ക് ബിഹൈവിൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ടിട്ട് എന്തായാലും ആ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ഓച്ചിറമ്പലം വവ്വാക്കാവ് എന്തുമായിരുന്നു ഹെർബൽ ലൈഫിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ ഓച്ചിറമ്പലത്തിലൂടെ കയറാൻ ഇതും ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ആലോചിച്ചത് എന്നാൽ പിന്നെ അവിടെയും കൂടെ കയറാമല്ലോ എന്ന്. അങ്ങനെ തന്നെ എവിടെ കയറി അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴത്തേന് സദ്യക്ക് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ ദിവസവും ഓച്ചിറമ്പലത്തിൽ സദ്യ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ വിശന്ന് ചെല്ലുന്ന ആർക്കും അന്നം കൊടുക്കും. അത് ജാതിമത ഭേദമന്യേ. എനിക്ക് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ അമ്പലങ്ങളിൽ പോയും പള്ളികളിൽ പോയും ഫുഡ് കഴിക്കാറുണ്ട്. സദ്യ ആയാലും കഞ്ഞി ആയാലും നേർച്ച എന്നുണ്ടെങ്കിലും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. കാര്യം അന്നദാനം നടത്തുന്നവൻ മഹാനും അന്നദാനം കഴിക്കുന്നവൻ ഉൾക്കൊള്ളുന്നവൻ പാപമുക്തനും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ അതാണ്. അപ്പം നമ്മുടെ രാവിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിന്ന് ഹെർബൽ ലൈഫിൻ്റെ പുതിയ സെൻറ്ററിൽ ചെന്നപ്പോഴത്തേനും അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേ ബി എല്ലാവരും വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എന്താ ഇപ്പോൾ പറയാം, കേക്ക് മേടിക്കാൻ പോകുന്നു. അപ്പം കേക്ക് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളി പോകണം, ബീച്ചിൽ പോകണം, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒറ്റ വ്ളോഗിൽ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേന് കാട്ടിലമ്പലത്തിലും കയറി ഓച്ചിറമ്പലത്തിലും കയറി. ഓച്ചിറമ്പലം പ്ലാനില്ലായിരുന്നു. ഹെർബൽ ലൈഫിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തായിരുന്നു അമ്പലം. അങ്ങനെ അവിടെയും കയറി ചോറൊക്കെ തന്നു, ഫുഡ് കഴിച്ചു. കാട്ടിലമ്പലത്തിൽ നിന്ന് കഞ്ഞിയും കുടിച്ച് രാവിലെ ഉച്ചയ്ക്ക് ഓച്ചിറമ്പലത്തിൽ നിന്ന് ചോറും കഴിച്ചു, സദ്യയും കഴിച്ചു. ഇപ്പോഴത്തേ ഞങ്ങൾ റെഡിയായിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോകാൻ പോകുന്നു. പള്ളിയിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ. പീസ് ഔട്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് നേരെ പള്ളിയിലൂടെ കയറിയിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നിട്ടുണ്ടായില്ല. കാര്യം വീട്ടിൽ നിന്ന് എല്ലാവരും വൈകുന്നേരം പോകാം, അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മാമ്മയും ഗോകുവും കാശിയും ദേവിയും പൊമ്മോളമ്മയും അമ്മാമ്മയും എല്ലാവരുമായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നേരെ പോയത് ആപ്പിൾ ബുട്ടിക്കാണ് രാവിലെ ഞാൻ കാണിച്ചു തന്നത്. കാര്യം തലേ ദിവസം ഞാനിവിടെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്കൊരു സർപ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്ത ഡ്രസ്സ് അല്ലാണ്ടിട്ട് ഒരെണ്ണം കൂടിയിട്ട് എനിക്ക് കിട്ടി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകു ഒരു ഗിഫ്റ്റായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെ തോരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. മറ്റേത് ഞാൻ അറിയാതെ ഗോകു അവിടെ പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ഇന്ന് എനിക്കത് ഗിഫ്റ്റായിട്ട് കിട്ടി. പിന്നെ ഗോകുവിന് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ അമ്മയുടെ കമ്മലിന് ആണി കളഞ്ഞുപോയി. സോ അമ്മയ്ക്ക് കമ്മലിന് ആണി എടുക്കാനെന്നും പറഞ്ഞുകൊണ്ടിട്ട് അമ്മേനെയും പൊക്കി എടുത്തുകൊണ്ടിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് ഗോകു വണ്ടിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഗോകുവിനൊരു ചെറിയ ഇയറിങ് ഉണ്ടല്ലോ, റിങ്സ് ആണ് മേടിച്ചത്. അവൻ്റെ കാതിൽ സ്റ്റഡാണ് കിടന്നത്. ഇയറിങ്സ് മേടിച്ചു. അവിടെ നേരെ തട്ടുകടയിൽ പോയത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രതീക്ഷ സീ ഫുഡ് കോർണർ. ഇത് കൊല്ലം ചിന്നക്കടയിലുള്ളതുണ്ടോ. ഞാനും ഗോകും മിക്കവാറും പോകാറുണ്ട്. നമ്മുടെ സന്തോഷ ദിവസം സന്തോഷത്തോടെ നടക്കട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വെച്ച് വീട്ടിലെല്ലാവരെയും കൊണ്ടിട്ട് ആദ്യമായിട്ടാണ് വീട്ടിലെല്ലാവരും കൊണ്ടിട്ട് തട്ടുകടയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളിനി കാശിക്കുട്ടനായിട്ട് വരങ്ങാൻ പോകാൻ പള്ളിയിൽ പോയി ഫുഡ് കഴിക്കാൻ എല്ലാവരെയും കൂട്ടി പോയി മേടിച്ചു. അങ്ങനെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകു എനിക്കൊരു ചുരിദാർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് പാകിസ്ഥാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നിറച്ച് മുട്ടുള്ള പാകിസ്ഥാൻ. സോ അത് ഗോകുവിന് ഞാൻ ഒരു ടേസ്റ്റായിട്ട് മേടിച്ചു, റിങ്സ് മേടിച്ചു കൊടുത്തു. അപ്പോൾ ഇതേ നമ്മുടെ ഒരു ബൈക്കിന് വരുന്നതല്ലാതെ ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഒരു കുട്ടി വെഡിങ് ആനിവേഴ്സറി ഞങ്ങളെ സ്നേഹിക്കുന്ന കുറേ പേരും കൂടെ ആഘോഷിക്കാൻ പറ്റി. കുറേ പേര് വിഷസൊക്കെ അറിയിച്ചു. എല്ലാവരും സർപ്രൈസ് വിഷ് കിട്ടി. സർപ്രൈസ് ഹെർബൽ ലൈഫിൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. താങ്ക് യു. സോ ചേച്ചി റഹീനേച്ചിയാണ് എല്ലാം ചെയ്തത്. കോച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയാണ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാര്യം നമ്മൾ എന്താണ് എങ്ങനെയാണെന്ന് പോലും അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കേക്കൊക്കെ തന്ന് പിന്നെ ഇന്ന് അതിൻ്റെ ഒരു മെയിൻ സാർ വന്നിട്ടുണ്ട്. അത് രതീഷിൻ്റെ സാറിനെ കാണാൻ പറ്റി. ഇനി അവരുടെ ഒരു എന്തോ ഒരു സെമിനാറോ കാര്യങ്ങളൊക്കെ ഉണ്ട് 10 തീയതി. അന്ന് ഞാൻ എല്ലാ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ കാണാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെഡിങ് ആനിവേഴ്സറി വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. പീസ്. കാശി ടാറ്റ പറ.